ഒന്നാലോചിച്ചു നോക്കൂ, ഗവേഷണം എന്നു പറയുന്നത് ഒരു വീട് പണിയുന്നത് പോലെയാണെങ്കിൽ അതിലേറ്റവും പ്രധാനമെന്തായിരിക്കും? തീർച്ചയായും അതിൻ്റെ അടിത്തറ, അല്ലേ? അതുപോലെ ഗവേഷണത്തിനും ഒരടിത്തറയുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം. അതെന്താണെന്ന് നമുക്കിന്ന് നോക്കാം. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നാം. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു റിസർച്ചിന്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് പോലും മിക്കപ്പോഴും ഈ ഒരൊറ്റ കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല ചോദ്യം പകുതി ഉത്തരമായി മാറുന്നത്? വാ, നമുക്ക് വിശദമായിട്ട് നോക്കാം. നിങ്ങളുടെ റിസർച്ച് പ്രോബ്ലം ഇല്ലേ? അതിനൊരു വീടിന്റെ ബ്ലൂ പ്രിൻ്റായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ പ്ലാനിൽ എന്തെങ്കിലും ഒരു പിഴവുണ്ടെങ്കിൽ എന്താകും സംഭവിക്കുക? നിങ്ങൾ പണിയാൻ പോകുന്ന ആ കെട്ടിടം മുഴുവൻ ചിലപ്പോൾ അപകടത്തിലാകും, അല്ലേ? ഗവേഷണത്തിന്റെ കാര്യത്തിലും സംഗതി ഇതുതന്നെയാണ്. ഏതൊരു റിസർച്ചിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. പ്രോബ്ലം എന്താണെന്ന് കൃത്യമായി രൂപപ്പെടുത്തുക. ഇതാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ. പിന്നെ അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്താലും, അതായത് നിങ്ങളുടെ ഹൈപ്പോത്തിസിസ് മുതൽ നിങ്ങൾ എഴുതുന്ന ഫൈനൽ റിപ്പോർട്ട് വരെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഒരു നല്ല റിസർച്ച് പ്രോബ്ലം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അത് നിങ്ങളുടെ പഠനത്തിനു ചുറ്റും ഒരു വേലി കെട്ടുന്നതുപോലെയാണ്. എന്തിനാണീ വേലി? ആവശ്യമുള്ള കാര്യങ്ങളെ അകത്തു നിർത്താനും ആവശ്യമില്ലാത്തതിനെയൊക്കെ പുറത്താക്കാനും. അപ്പോൾ എന്തു സംഭവിക്കും? നിങ്ങളുടെ സമയവും എനർജിയും വെറുതെ പാഴായിപ്പോകില്ല. കറക്റ്റ് കാര്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഒരു നല്ല ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഒരു നല്ല റിസർച്ച് പ്രോബ്ലം എങ്ങനെയിരിക്കും? ചുമ്മാ ഒരു ചോദ്യം ചോദിച്ചാൽ മതിയോ? പോരാ. അതൊരു നല്ല എഫക്റ്റീവായ പ്രോബ്ലം ആകണമെങ്കിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു സാധാരണ സംശയത്തെ ഒരു ശരിക്കുമുള്ള ശാസ്ത്രീയ അന്വേഷണമാക്കി മാറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, അതിനൊരു പ്രാധാന്യം വേണം. അതായത് അറിവിലുള്ള എന്തെങ്കിലും ഒരു വിടവ് അത് നികത്തുന്നുണ്ടോ? രണ്ടാമത്, അത് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. ഡേറ്റ വെച്ച് ഉത്തരം കണ്ടെത്താൻ കഴിയുമോ? മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രായോഗികത. നമുക്കിത് ശരിക്കും ചെയ്യാൻ പറ്റുമോ? അവസാനമായി, അതിന് നല്ല വ്യക്തത വേണം. എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി അളക്കാൻ പറ്റുന്ന രീതിയിൽ പറയാൻ കഴിയണം. എന്താണ് ഈ പ്രശ്നം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കെർലിംഗർ എന്ന വിദഗ്ധൻ പറയുന്നത് കേൾക്കും. രണ്ടോ അതിലധികമോ കാര്യങ്ങൾ അഥവാ വേരിയബിൾസ് തമ്മിൽ എന്ത് ബന്ധമാണോ ഉള്ളതെന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ് റിസർച്ച് പ്രോബ്ലം. വളരെ സിമ്പിളായി പറഞ്ഞാൽ, അളക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായി ചോദിക്കുക. അത്രയുള്ളൂ. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ഒരു നല്ല റിസർച്ച് പ്രോബ്ലം ഒരിക്കലും ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചോദിക്കില്ല. കാരണം അതിന് ശാസ്ത്രീയമായി ഉത്തരം കണ്ടെത്താൻ പാടാണ്. പകരം നമുക്ക് അളക്കാൻ പറ്റുന്ന, നിരീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അത്. ഉദാഹരണത്തിന്, നഴ്സുമാർ യൂണിയനിൽ ചേരുന്നത് നല്ലതാണോ എന്നൊരു ചോദ്യം നോക്കൂ. ഇതൊരു അഭിപ്രായമാണ്. ഇതിന് പകരം യൂണിയൻ അംഗത്വം നഴ്സുമാരുടെ ജോലി സംതൃപ്തിയെയും രോഗികളുടെ ചികിത്സാഫലത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചാലോ? കണ്ടോ വ്യത്യാസം? രണ്ടാമത്തേത് നമുക്ക് ഡാറ്റ വെച്ച് പഠിക്കാൻ പറ്റും. വീണ്ടും നമ്മുടെ വീട് പണിയിലേക്ക് വരാം. പ്ലാനൊക്കെ ഗംഭീരമായി വരച്ചു. പക്ഷേ ആ പ്ലാൻ വെച്ച് ആ സ്ഥലത്ത് വീട് പണിയാൻ പറ്റുമോ? അതിനുള്ള സൗകര്യമുണ്ടോ? ഇതൊക്കെ നോക്കണ്ടേ? ഇതിനെയാണ് നമ്മൾ ഫീസിബിലിറ്റി ചെക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ റിസർച്ച് ഐഡിയ എത്ര നല്ലതാണെങ്കിലും അത് പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്നതാണോ എന്നറിയുന്നത് അതിലും പ്രധാനമാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? 1. സമയം. ഇത് തീർക്കാൻ ആവശ്യത്തിന് സമയം നമ്മുടെ കയ്യിലുണ്ടോ? 2. വിഭവങ്ങൾ, അതായത് പണം, വേണ്ട ഉപകരണങ്ങൾ, മറ്റ് സൗകര്യങ്ങൾ ഒക്കെ ലഭ്യമാണോ? 3. നമുക്ക് പഠിക്കാൻ ആവശ്യമായ ആളുകളെ കിട്ടുമോ? 4. കൂടെയുള്ളവരുടെയും സ്ഥാപനത്തിൻ്റെയുമൊക്കെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാകുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉണ്ട് എന്നുത്തരം കിട്ടിയാൽ മാത്രമേ നമ്മുടെ റിസർച്ച് പ്രോബ്ലം ശരിക്കും പ്രായോഗികമാകൂ. ആരും തന്നെ ആദ്യമേ ഒരു പെർഫെക്റ്റായ റിസർച്ച് പ്രോബ്ലമായിട്ടല്ല വരുന്നത്. അതൊരു പ്രോസസ്സാണ്. ആദ്യം നമ്മൾ വലിയൊരു വിഷയമെടുക്കും. പിന്നെ അതിനെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പഠിച്ചിട്ടുണ്ടെന്ന് നോക്കും. അതിൽ നിന്ന് നമ്മുടെ വിഷയം ഒന്നുകൂടി ചെറുതാക്കി അതിരുകളൊക്കെ നിശ്ചയിക്കും. അവസാനം ഈ ഘട്ടങ്ങളിലൂടെയെല്ലാം കടന്നുപോയിട്ടാണ് നമ്മളൊരു കൃത്യമായ പ്രസ്താവനയിലേക്കെത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കല്ലിൽ നിന്ന് ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം ചെത്തിക്കളഞ്ഞ് ഒരു ശില്പമുണ്ടാക്കുന്നതുപോലെ. പിന്നെ ഇതൊരു ഒറ്റ തവണ തീരുന്ന പണിയല്ല. ഇതൊരു സൈക്കിൾ പോലെയാണ്. നമ്മളൊരു ആശയമുണ്ടാക്കുന്നു, അതിനെപ്പറ്റി പഠിക്കുന്നു, അതിനെ ടെസ്റ്റ് ചെയ്യുന്നു, പിന്നെയും മെച്ചപ്പെടുത്തുന്നു. ശരിയായ ഏറ്റവും മൂർച്ചയുള്ള ചോദ്യം കിട്ടുന്നതുവരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ ഒറ്റയടിക്ക് നേരെ പോകുന്ന ഒരു വഴിയല്ല ഇത്. ഇവിടെ ഒരു മുന്നറിയിപ്പുണ്ട്. നമ്മുടെ റിസർച്ച് പ്രോബ്ലം ക്ലിയർ അല്ലെങ്കിൽ അത് ഉറപ്പായും ആശയക്കുഴപ്പത്തിലേക്ക് മാത്രമേ നയിക്കൂ. ഒരു പിഴവുള്ള ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റ് പൊളിയുമെന്നുറപ്പാണ്. അപ്പോൾ എന്തൊക്കെയാണ് സാധാരണയായി പറ്റുന്ന അബദ്ധങ്ങൾ? നമ്മുടെ അടിത്തറയ്ക്ക് വരാൻ സാധ്യതയുള്ള വിള്ളലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പിഴവ് ഇതാണ്: വിഷയം ഒരുപാട് വലുതായി പോവുക. അതായത് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത്.
ഇത് പഠനത്തിനൊരു ഫോക്കസും തരില്ല. ഏതു വഴിക്കാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് തീർക്കാൻ ശ്രമിക്കുന്നത് പോലെയാണിത്. അവസാനം ഒന്നും നടക്കുകയുമില്ല. രണ്ടാമത്തെ പിഴവ് പ്രാധാന്യമില്ലായ്മയാണ്. നിങ്ങളുടെ ചോദ്യം നിലവിലുള്ള അറിവിൽ എന്തെങ്കിലും പുതിയതായി കൂട്ടിച്ചേർക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ലെങ്കിൽ, ആ റിസർച്ച് കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമുണ്ടാകില്ല. ആരും താമസിക്കാൻ വരാത്തൊരു സ്ഥലത്ത് ഒരു വലിയ വീട് പണിയുന്നത് പോലെയാണത്. വെറുതെ സമയം കളയാമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. അപ്പോൾ നമ്മൾ തുടങ്ങിയ ആ വാചകം എത്ര ശരിയാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഒരു റിസർച്ചിലെ ഏറ്റവും വലിയ ഭൗതികമായ അധ്വാനം, അല്ലെങ്കിൽ ഏറ്റവും തലപുകയ്ക്കേണ്ട ഘട്ടമെന്ന് പറയുന്നത് ഈ തുടക്കത്തിലാണ്. അതായത് ആ പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തുകയും അതിനെ രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഡേറ്റ കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനുമൊക്കെ സമയവും അധ്വാനവും വേണം, സമ്മതിച്ചു. പക്ഷേ ആ ഘട്ടങ്ങളെല്ലാം വിജയകരമാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഈ പ്രാരംഭ ബ്ലൂ പ്രിന്റിന്റെ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ഒരു ഗവേഷണം തുടങ്ങുന്നതിനു മുൻപ് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യം അതിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കലാണ്. വ്യക്തമായ, ചെയ്യാൻ സാധിക്കുന്ന, പ്രയോജനമുള്ളൊരു ചോദ്യം കണ്ടെത്തുക. കാരണം അവസാനം നിങ്ങളുടെ ആ ബ്ലൂ പ്രിന്റ് തന്നെയാണ് നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ഭാവി തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ബ്ലൂ പ്രിന്റ് തയ്യാറാണോ? നിങ്ങൾ എന്ത് നിർമ്മിക്കാനാണ് പോകുന്നത്?